ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നിവിൻ വിനീതിനോട് കാവേരിക്ക് ജോലി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയാണ്. അത് വിശ്വസിച്ച് അപ്പം തന്നെ വിനീത് കാവേരിയെ വിളിച്ച് കാര്യം പറയാം. കാവേരി, നിനക്കൊരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറയാം. ജോലിയോ? എവിടെ വിനീതേട്ടാ? ഇത് റിസോർട്ടിലാ, അമ്മായി വിടുവോ എന്ന് ചോദിക്കുക. എവിടെയാണെങ്കിലും ഇപ്പം എനിക്ക് ജോലി വളരെയേറെ പ്രധാനമാണ് വിനീതേട്ടാ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാം. അല്ല, ആരാ ഇത് ശരിയാക്കി തന്നത്? എൻ്റെ ഫ്രണ്ട് നിവിനില്ലേ, അവനാ ശരിയാക്കി തന്നെ. നിവിനോ? അതായത് ആ രാജേശ്വരി മേഡത്തിൻ്റെ റിസോർട്ടോ, അവിടെയാണോ ജോലിക്ക് പോകേണ്ടത് എന്ന് ചോദിക്കുക. അതെ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ആ രാജേശ്വരി മേഡത്തോടും സമ്മതം ചോദിച്ചിട്ടാണല്ലോ അല്ലേ നിവിൻ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കുക. രാജേശ്വരി മേഡം അറിയാതെ നിവിൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ കാവേരിയുടെ വിനീത് ചോദിക്കുക. ഏയ്, അതുകൊണ്ടല്ല, അവർക്കെന്നെ കണ്ണെടുത്താൽ കണ്ടൂടല്ലോ. ഒന്ന് രണ്ട് തവണ അവരോട് മുഖം കറുപ്പിച്ച് സംസാരിക്കേണ്ടതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെനിക്ക് ജോലി തന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസം വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പക്ഷേ നടക്കാത്ത കാര്യത്തെപ്പറ്റി വിനീതേട്ടൻ എന്നോട് പറയില്ലല്ലോ. ഒരുപാട് സന്തോഷം വിനീതേട്ടാ, ഞാൻ വീട്ടിലെല്ലാവരോടും പറയട്ടെ. ഇത് കേൾക്കുമ്പം അമ്മയ്ക്കും ഒത്തിരി സന്തോഷമാകും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ വിനീത് പെട്ടെന്ന് നിവിനെപ്പറ്റി ചിന്തിക്കുക. നിവിനി രാജേശ്വരി മേഡത്തോട് സംസാരിച്ചിട്ട് തന്നെയല്ലേ കാവേരിക്ക് ജോലി കൊടുക്കാമെന്ന് സമ്മതിച്ചത്? അവൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുത്തതാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ കാവേരി ഇക്കാര്യം അറിയിക്കാനായിട്ട് ഗംഗയുടെയും ശാരദയുടെയും ഒക്കെ അടുത്തേക്ക് വരിക. അവൾ ഓടിച്ചെന്ന് പറയുക, അമ്മേ എനിക്ക് ജോലി കിട്ടിയമ്മേ എന്ന് ഇങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ശാരദ ചോദിക്കും, ജോലിയോ? ഇത്ര പെട്ടെന്ന് നിനക്ക് എവിടുന്ന ജോലി കിട്ടിയത്? അത് വിനീതേട്ടൻ ശരിയാക്കി തന്നതാ. വിനീതോ? അവനോട് നീ പറഞ്ഞിരുന്നോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗംഗ പറയും, ഞാനാ അമ്മേ വിനീതേട്ടനോട് പറഞ്ഞത് വിനീതേട്ടൻ്റെ പരിചയത്തിലുള്ള എവിടെയെങ്കിലും ഇവക്ക് പറ്റിയ ഒരു ജോലി മേടിച്ചു കൊടുക്കണമെന്ന്. ഇവക്കാകെ സങ്കടമല്ലായിരുന്നോ ജോലിയൊന്നും ശരിയാകാത്തതിൽ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും ശാരദ പറയും, നിനക്ക് ജോലി കിട്ടിയതൊക്കെ നല്ലതാ, പക്ഷെ എവിടെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിക്കുക. അതമ്മേ, ആ രാജേശ്വരി ഇല്ലേ, അവരുടെ റിസോർട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ഏത് ടീക്കപ്പ് റിസോർട്ടോ? അവിടെയാണ് നിനക്ക് ജോലി കിട്ടിയത്? അതെ. എങ്കിൽ പിന്നെ നീ അതിന് പോകണ്ട, വേറെ ഏതെങ്കിലും ജോലി നോക്കിയാൽ മതി. അതുമല്ല, റിസോർട്ടിലൊന്നും അത്ര സുരക്ഷിതമായിരിക്കില്ല എന്ന് പറയാം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടിയത്? ഇതിപ്പം വിനീതേട്ടൻ നിവിനോട് പറഞ്ഞ് നിവിൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അവരെനിക്ക് ജോലി തന്നത്. ഇനി അത് വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല. അതുമല്ല, ഗംഗച്ച് തയ്ച്ച് മാത്രം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും അമ്മേ? എനിക്കിപ്പോൾ ഈ ജോലി ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം സഹായകമാണ് എന്ന് ചോദിക്കാം. അപ്പം ശാരദ പറയും, ഏയ് വേണ്ട വേണ്ട, എങ്കിലും ഇത് ശരിയാകില്ല. അവർക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അന്ന് ഓണത്തിന് തന്നെ ജയപാലേട്ടൻ്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ നീ മറന്നോ കാവേരി? ഒരു കാര്യമില്ലാതെയല്ലേ അവർ നിന്നോട് ദേഷ്യപ്പെട്ടത്, നിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത്? അതൊക്കെ അച്ഛനും എനിക്കും എന്തുമാത്രം സങ്കടം ഉണ്ടാക്കിയ കാര്യങ്ങളാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ? എന്നിട്ടിപ്പം അവരുടെ അടുത്തേക്ക് നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ നിന്നോട് മര്യാദയ്ക്ക് പെരുമാറുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? നിന്നെ വറുത്ത് കോരുവാ സ്ത്രീ എന്ന് ശാരദ പറയാം. അവരെന്നെ എന്ത് വേണേലും ചെയ്യട്ടെ അമ്മേ, അതൊന്നും സഹിച്ചെന്തായാലും ഈ കാവേരി നിൽക്കാനും പോകുന്നില്ല. അവരങ്ങനെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കാനുള്ള കഴിവേ ഈ കാവേരിക്കുണ്ട് എന്ന് പറയാം. അപ്പം പെട്ടെന്ന് യമുനയും നിളയൊക്കെ പറയും, അയ്യോ ചേച്ചി, അവിടേക്ക് ജോലിക്ക് പോകുന്നതിൽ ഞങ്ങൾക്കും വലിയ താല്പര്യമില്ല. അവരുടെ സ്വഭാവം അന്ന് കണ്ടതല്ലേ, ഒരു തെറ്റും ചെയ്യാതെയാ ചേച്ചി അന്ന് എന്തുമാത്രം ആ സ്ത്രീ വഴക്ക് പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ കരുതിക്കൊണ്ടിരുന്ന നമ്മുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഒരിടത്തും ജോലി ശരിയാകില്ല. ഇതിപ്പം വിനീതേട്ടനും കൂടി നാണക്കേടാവില്ലേ ഞാൻ പോകാതിരുന്നാൽ എന്ന് പറയാണേ. അപ്പം ശാരദ പറയും, ഇക്കാര്യം ജയപാലേട്ടനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ജയപാലേട്ടൻ്റെ അനിയത്തിയല്ലേ രാജേശ്വരി, ജയപാലേട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ വിടാം എന്ന് പറയുമ്പം കാവേരിക്ക് ദേഷ്യം വരിക. അമ്മ ഇപ്പോഴും ജയപാലങ്കിളിനെ വിശ്വസിക്കുവാണോ അമ്മേ? നമുക്ക് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും എപ്പോഴെങ്കിലും ജയപാലങ്കിൾ അതിലിടപെട്ട് അമ്മ കണ്ടിട്ടുണ്ടോ? എടി, അതിപ്പം ജയപാലേട്ടൻ്റെ അവസ്ഥ നമുക്കറിയില്ലല്ലോ. എപ്പോഴും നമ്മുടെ പിറകെ നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിച്ച് നടക്കാൻ പറ്റുമോ? അദ്ദേഹത്തിനും ഒരു കുടുംബമൊക്കെ ഉള്ളതല്ലേ എന്ന് പറയാം. അമ്മയ്ക്കിടെ കണ്ണിൽ ഇപ്പോഴും ഇരുട്ടാ, അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ ഗംഗ പറയും, അമ്മയുടെ വിശ്വാസമല്ലേ കാവേരി, നീ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന്. അപ്പം ജയപാലനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അതിൽ കാവേരിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പം ജയപാലനെ ഫോൺ വിളിക്കുമ്പോൾ പെട്ടെന്ന് പ്രവീണയാണ് എടുക്കുന്നത്. പ്രവീണ ശാരദയുടെ ശബ്ദം കേൾക്കുമ്പം പ്രവീണ ചോദിക്കും, ആ ശാരദ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. നിങ്ങൾ ആ വീട് തിരിച്ചെടുത്തല്ലേ എന്ന് ചോദിക്കുമ്പം ശാരദ പറയും, അതേ പ്രവീണെ, ആ വീട് ഞങ്ങൾ തിരിച്ചു കിട്ടി. ഇപ്പം ഞങ്ങൾ സ്നേഹതീരത്താണ് താമസിക്കുന്നത്. എങ്കിലും ഒരു ജോലി ഇപ്പം അത്യാവശ്യമാണ്. കാവേരി മോൾക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ജയപാലേട്ടനോട് ആ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. അതെയോ? ജയപാലേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ജയപാലൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. അപ്പം ആരാ എന്ന് ജയപാലൻ പ്രവീണിനോട് ചോദിക്കുക. ശാരദയാ, കാവേരിക്ക് ഒരു ജോലി
ജോലി ഉണ്ടത്രേ, അക്കാര്യം പറയാൻ വിളിച്ചതാണെന്ന്. അപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ ജയബാലൻ എടുക്കുക. എന്നിട്ട് ശാരദയോട് വളരെ സ്നേഹത്തിലാട്ടോ സംസാരിക്കുന്നത്. ആ ശാരദ, എന്തുണ്ട് വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നിങ്ങൾ വീട് തിരിച്ചെടുത്തല്ലേ, അവിടെ വരെ വരണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. സമയം കിട്ടാത്തത് കൊണ്ടാ. ഇന്ന് എന്തായാലും അവിടെ വരെ ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. ജയബാലേട്ട, ഞാനിപ്പോൾ വിളിച്ചതേ കാവേരിമോക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. അതെയോ? എന്തായാലും നല്ല കാര്യമാണ്. കാവേരിക്ക് ഇപ്പോൾ ഒരു ജോലി വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കേണ്ടേ എന്നൊക്കെ പറയണേ. അത് രാജേശ്വരിയുടെ റിസോർട്ടിലാണ് ജോലി ശരിയായിരിക്കുന്നത്. ജയബാലേട്ടൻ്റെ ഒരു സമ്മതമുണ്ട്, എനിക്ക് അവളെ അങ്ങോട്ട് വിടാനൊരു ഉറപ്പുള്ളൂ, അതുകൊണ്ടാ എന്ന് പറയാം. അത് നല്ല കാര്യമാണല്ലോ, അവൾ പോട്ടെ എന്ന് മുഷിപ്പിക്കാതെ തന്നെ ജയബാലൻ പറയണേ. ഇതേസമയം രാജേശ്വരിയുടെ അടുത്താണ് ജോലി കിട്ടിയതെന്നറിഞ്ഞ ജയപാലന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാവേരി രാജേശ്വരിയും കുടുംബമായിട്ട് അടുക്കുന്നതിനോട് ജയപാലൻ ഒട്ടും താല്പര്യമില്ല. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പ്രവീണിനോട് ദേഷ്യപ്പെടുക. ദേ, ഇനി ആ ശാരദയും മക്കളും ചത്തു എന്ന് പറഞ്ഞാൽ പോലും നീ അവരുടെ ഫോൺ വന്നാൽ എൻ്റെ കൈ തന്നേക്കരുത്, എടുക്കാനും പോയേക്കരുത്. നിങ്ങൾ എന്താ ജയപാലേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നപ്പം നമ്മുടെ പ്രവീണ ചോദിക്കുക, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെ ചെയ്താലും അത് ഈ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയാ, അക്കാര്യം മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറയണം കേട്ടോ. അപ്പം ജയപാലൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് പ്രവീണ അന്തം വിട്ട് നിൽക്കുകയാണേ. അപ്പം ജയപാലൻ മനസ്സിൽ പറയാം, നീ ജോലി ചെയ്യാൻ പോകുന്നത് രാജേശ്വര റിസോർട്ടിലല്ലേ, അവിടെ നിനക്ക് ജോലി തരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം എന്ന് പറയാണേ. ഇതേ സമയം നമ്മുടെ രാജേശ്വരിയാണ് നിവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കും, അല്ല, നീ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അവർ എന്ന് തൊട്ടാ വരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നാളെ തൊട്ട് വരും അമ്മേ. നിനക്ക് പരിചയത്തിലുള്ള കുട്ടിയാണോ? അല്ല, ഭയങ്കര കാര്യമായിട്ട് അവളെപ്പറ്റി നീ പുകഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പം, അതെ, എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും നല്ല പരിചയമുള്ള പെൺകുട്ടിയാണ്. എനിക്കോ? അതെ അമ്മേ, മറ്റേ അരവിന്ദനമ്മാവനില്ലേ, മരിച്ചുപോയ ജയബാലമ്മാവിൻ്റെ കൂട്ടുകാരൻ, ആ അരവിന്ദങ്ങളുടെ മകളാ കാവേരി. ഏത്? ആ രണ്ടാമത്തെ പെണ്ണോ എന്ന് അപ്പം രാജേശ്വരി ചോദിക്കുക. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേടാ ഇവിടെ ജോലിക്കെടുക്കാനായിട്ട്. ആ പെണ്ണിനെ ഒഴികെ നീ ആരെ കൊണ്ട് എൻ്റെ മുന്നിൽ നിർത്തിയാലും ഞാൻ കണ്ണടച്ച് സമ്മതിക്കും. പക്ഷേ ആ പെണ്ണിനെ എന്തായാലും ഇവിടെ ജോലി കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് പറയാം. ഇതേസമയം നമ്മുടെ വിനീത് നീവിനെ വിളിക്കുകയാണ്. എന്നിട്ട് കാവേരിയുടെ കാര്യത്തിൽ ഉറപ്പല്ലേ എന്ന് ചോദിക്കാനായിട്ട് കേട്ടോ വിളിക്കുന്നത്. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ കാവേരിയോട് നാളെ ഇങ്ങോട്ട് വരാൻ പറയാൻ, പിന്നെ നീ എന്തിനാ വിളിച്ച് ഇക്കാര്യം തന്നെ സംസാരിക്കുന്നതെന്ന് വിനീതിനോട് ചോദിക്കുക. അല്ലടാ, നിന്റെ അമ്മ സമ്മതിച്ചിട്ട് തന്നെയല്ലേ നീ കാവേരിയെ ജോലിക്കെടുത്തത് എന്ന് ചോദിക്കുക. അമ്മയൊക്കെ സമ്മതം, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കാവേരിയാ വരുന്നത് നീ പറഞ്ഞതാണോ? അതേടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, അവൾക്കിവിടെ ജോലി കിട്ടുമെന്ന് ഞാനല്ലേ പറഞ്ഞത്. എൻ്റെ വാക്ക് നിനക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പം വിനീത് പറയും, നിന്നെ എനിക്ക് വിശ്വാസമാണ്. എന്തായാലും അവൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ വരുന്നത്. നിരാശയോടെ അവൾക്ക് മടങ്ങേണ്ട അവസ്ഥ വരുത്തരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് വിനീത് പറയാം. ഇത് കേൾക്കുന്ന നിവിൻ പറയും, എൻ്റെ ബ്രോ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അവൾക്ക് ജോലി ഇവിടെ കിട്ടും, ഉള്ള കാര്യം ഉറപ്പാ എന്ന് പറയാണ് കേട്ടോ. അപ്പം രാജേശ്വരി അങ്ങോട്ട് വരിക. നീ ഇത് ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എൻ്റെ ഒരു ഫ്രണ്ടിനോടാ അമ്മേ. അല്ല, നീ നാളെ ഒരു പുതിയ സ്റ്റാഫ് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുള്ളത് തന്നെയാണോ? അതെ അമ്മേ, എനിക്കറിയാവുന്ന കുട്ടിയാ, നല്ല കുട്ടിയാ അമ്മേ എന്ന് പറയാം. ഈ നാട്ടിൽ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര പരിചയക്കാരൊക്കെ ആയോ എന്ന് ചോദിക്കുക. അതെ അമ്മേ, ഈ കുട്ടി നല്ല ബ്രില്യൻ്റാ, നല്ല എഫിഷ്യൻറ്റുവാ, നമ്മുടെ ഈ റിസോർട്ടിന് പറ്റിയ സ്റ്റാഫ് തന്നെ എന്ന് പറയാം. ഇത്രയധികം പുകഴ്ത്താൻ നിനക്ക് ഇത്ര പരിചയമുള്ള ഏതാ ഈ പെൺകുട്ടി? ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും എനിക്കറിയാലോ എന്ന് പറയുമ്പോൾ നിവി പറയും, ഈ കുട്ടീനെ അമ്മയ്ക്കറിയാം, അവളുടെ സ്മാർട്ട്നെസ്സും അമ്മയ്ക്കറിയാം എന്ന് പറയാണേ. ആരുടെ കാര്യമാണ് നീ ഇത്ര വാനോളം പുകഴ്ത്തുന്നേ എന്ന് അപ്പം രാജേശ്വരി വീട് ചോദിക്കും. മറ്റാരുമല്ല, മറ്റേ മരിച്ചുപോയ അരവിന്ദനങ്ങളില്ലേ, ജയബാലമ്മാവിൻ്റെ കൂട്ടുകാരൻ. അരവിന്ദേട്ടൻ. അരവിന്ദങ്ങളുടെ മകളാ. ആര്? ഗംഗയോ? ആ കുട്ടിക്ക് അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ അതിനുണ്ടോ എന്ന് രാജേശ്വരി അപ്പം ചോദിക്കുക. ഏയ്, ആ മൂത്ത കുട്ടിയല്ല, രണ്ടാമത്തെ കുട്ടി കാവേരി എന്ന് പറയാം. ആര്? ആ തലതെറിച്ച പെണ്ണോ? അവളെയാണോ നീ ഇങ്ങോട്ട് ജോലിക്കായിട്ട് എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുക. ഇക്കാര്യം നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ എന്ന് പറയണ്. അമ്മ എന്താ പറയുന്നേ? ആ കുട്ടി നല്ല കാലിബറുള്ള കുട്ടിയല്ലേ അമ്മേ, നല്ല എഫിഷ്യൻറ്റുവാ. നമ്മുടെ ഈ റിസോർട്ടിൽ അവളുണ്ടെങ്കിൽ അവളുടെ വാക്ചാതുര്യത്തിന് മുന്നിൽ ആര് വേണേലും വീഴ്ത്തുകയും ചെയ്യും എന്ന് പറയാം. ദേ, ആ തലതെറിച്ച പെണ്ണിനെ ഈ റിസോർട്ടിന്റെ പടി കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് ഇവിടെ വന്നല്ലേ വെല്ലുവിളിച്ചത്, നീ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? എന്നെ അപമാനിച്ച അവൾക്ക് ഞാൻ ജോലി കൊടുക്കണമല്ലേ എന്ന് ചോദിക്കാം. അപ്പം ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ നിവിൻ. അവളോട് വരാനും പറഞ്ഞു, ജോലി ഉറപ്പ് നൽകിയിട്ട് അമ്മ ഈ രീതിയിൽ പറയുമ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുക. ആസിഫിനാണ് നിവിൻ്റെ അവസ്ഥ കാണുമ്പം ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പം വീണ്ടും നിവിൻ പറയുവേ, അമ്മേ,
അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ അവരുടെ അവസ്ഥ. എൻ്റെ അമ്മ ഈ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളുടെ സുരക്ഷയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാം. അവർക്കിപ്പോൾ ഈ ജോലി കൊടുത്താൽ അവളുടെ മുന്നിൽ അമ്മ വാനോളം ഉയരുകയുള്ളൂ എന്ന് പറയാണ്. അവളുടെ മുന്നിൽ എനിക്ക് അത്രയ്ക്കങ്ങ് ഉയരണ്ട, ഇപ്പോൾ ഉള്ള ഉയർച്ചയൊക്കെ മതി എന്ന് അപ്പോൾ രാജേശ്വരി പറയും. അവളുടെ അവസ്ഥ കണ്ടറിഞ്ഞ് നമ്മളെപ്പോലുള്ളവർ വേണ്ട അമ്മയെ സഹായിക്കാൻ. സാമ്പത്തികമായിട്ട് അവരെന്ത് സഹായം ചോദിച്ചു നമ്മൾ കൊടുത്താലും സ്വീകരിക്കില്ല. ഇതിപ്പം അവൾ ചെയ്യുന്നത് ഒരു ജോലിയല്ലേ, നമുക്ക് വേണ്ടതും ഒരു സ്റ്റാഫല്ലേ. അമ്മ അവളുടെ മുന്നിൽ എന്തുമാത്രം ഉയരുക. അമ്മയുടെ മുന്നിൽ ജോലിക്ക് വരാൻ അവൾ സമ്മതിക്കണമെങ്കിൽ അവരുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് അത് രാജേശ്വരിയെ വീഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം രാജേശ്വരി മനസ്സിൽ പറയും, നീ എങ്ങോട്ടാ പറഞ്ഞു പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവളെ ഞാനിവിടെ ജോലിക്ക് എടുക്കണം. അവളിങ്ങോട്ട് വരട്ടെ, അവളെ എങ്ങനെ ഓടിപ്പിക്കാമെന്ന് എനിക്കറിയാം എന്ന് രാജേശ്വരി ഇങ്ങനെ മനസ്സിൽ പറയാം. എന്നിട്ട് നിവിനോട് പറയും, നീ ഇത്രയേറെ പറയുന്നതല്ലേ, ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പം ഞാനിത് നിരസിക്കുന്നില്ല, അവളോട് വരാൻ പറ. പക്ഷെ ഒരു കാര്യം, ഇവിടെ വന്നിട്ട് അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അവൾക്ക് ഞാൻ ഇവിടെ ജോലി കൊടുക്കില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇല്ലമ്മേ, അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഞാനല്ലേ ഉറപ്പ് തരുന്നത് എന്ന് പറയാം. അല്ല, നിനക്ക് അവളോട് ഇത്ര പരിചയമായോ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിക്കുക. ഏയ്, വിനീതുമായിട്ട് ഞാൻ നല്ല കൂട്ടല്ലേ അമ്മേ, വിനീതിൻ്റെ കസിനല്ലേ അവള്, അങ്ങനെയുള്ള പരിചയമേ എനിക്കുള്ളൂ. അവൾക്കൊരു ജോലി കൊടുക്കാവൂന്ന് എന്നോട് ചോദിച്ചത് വിനീതാ, എൻ്റെ കൂട്ടുകാരൻ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതാ. അത് ഞാൻ എങ്ങനെയാ അമ്മയെ നിരസിക്കുക? നമുക്കിവിടെ റിസോർട്ടുള്ളപ്പം അവൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ എനിക്ക് എന്ന് ഒക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രാജേശ്വരി കൊടുക്കാം എന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.